അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരി കള്ളത്തൊരീഖത്തുകാർ ബഹുരസമാണ്. അവരുടെ ഷെയ്ഖാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള. കോമാട്ടുചാലിൽ അബ്ദുള്ള പലയിടത്തു നിന്നും ഒരുപാട് പിരിവുകൾ നടത്തിയിട്ടുണ്ട്. വിസ തട്ടിപ്പിലൂടെ പണമുണ്ടാക്കിയവനാണ്, കടം വാങ്ങിയിട്ട് കൊടുക്കാത്തവനാണ്. അങ്ങനെ കുരുവട്ടൂരി മുരീദന്മാര് തന്നെ കുടുങ്ങിയ അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. നൗഷാദിനെ പോലെയുള്ള പ്രമുഖരായ മുരീദന്മാരിലേക്കും ബാധിച്ചിട്ടുണ്ട്. ബദർ ദിനം എന്ന പേരിൽ അവരൊരു പരിപാടി സംഘടിപ്പിച്ചു. അതിലടക്കം പിരിവ് നടത്തിയിട്ടുണ്ട്. അത് മുരീദന്മാർ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. കിട്ടുന്ന പിരിവുകളൊക്കെ പലതും ഷെയ്ഖ് മുക്കുകയാണെന്നാണ് മുരീദന്മാരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് മുരീദന്മാർ വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. ഷെയ്ഖും മുരീദും തമ്മിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. നൗഷാദായ മുരീദിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം പിരിവ് കിട്ടണം, എങ്കിൽ മാത്രമേ അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പിരിവില്ലാത്തൊരു സ്ഥലത്ത് നൗഷാദിനെ കാണുകയില്ല. അങ്ങനെ പണം സമ്പാദിക്കാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്നവനാണ് നൗഷാദ് വട്ടൂരി. പിരിവ് ലഭിക്കാൻ വേണ്ടി നൗഷാദ് വട്ടൂരി ഒരു ഹദീസ് പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക. യുദ്ധത്തിന് പോകണം, ആ യുദ്ധത്തിന് ആയുധങ്ങൾ, അതുപോലെ അതിനുള്ള ചെലവുകൾ ഇതൊക്കെ വഹിക്കണം. ആരോടാ പറയാ? ആരോട് പറയും? സ്വഹാബികളോട് പറയും. അങ്ങനെയായിരുന്നു ആ കാലത്തെ പിരിവൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ അത് പറയുന്നതാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമറനാ ബിസ്സദഖ ഇൻ തലഖ അഹദുനാ ഇലസ്സൂഖ് ഫയുഹാമിൽ ഫയുസീബുൽ മുദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഥവാ റസൂലുള്ളാഹി തങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ആ ദീനിനെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു ക്യാഷ് ആവശ്യമായി വന്നാൽ അമറനാ ബിസ്സദഖ, ഞങ്ങളോട് കൽപ്പിക്കും. എന്തുകൊണ്ട് കൽപ്പിക്കും? സ്വദഖ കൊണ്ട് കൽപ്പിക്കും മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും തരണമെന്ന് പറയും. അപ്പം എന്താണ്ടാകല്? ഇൻ തലഖ അഹദുനാ ഇലസ്സൂഖ്, ഞങ്ങൾ ഉടനെ അങ്ങാടിയിലേക്ക് പോകും. ഫയുഹാമിൽ, അങ്ങാടിയിൽ ചെന്ന് ഞങ്ങൾ പണിയെടുക്കും. പറ്റിയ പണി എല്ലാവരും എടുക്കും. അതിൽ നിന്ന് ഞങ്ങൾ കാശ് ഉണ്ടാക്കും. എന്നിട്ട് ഞങ്ങൾ അത് ആർക്ക് കൊണ്ടുപോയി കൊടുക്കും? ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മഹാൻ പറയാണ്. പലരും അവരെ കഴിവനുസരിച്ച്, ആർക്കും ഒരുപോലെ കയ്യില്ലല്ലോ. എന്നിട്ട് മഹാൻ പറയാ, ഞാനന്ന് ഇന്നലി ബഅലിഹിം ലമിഅത്തി അൽഫ്. മൂപ്പരാള് വലിയ പണ്ഡിതനാണ്. കേരളത്തിലുള്ള സർവ്വ പണ്ഡിതന്മാരെയും തിരുത്താൻ നടക്കുന്ന ആളാണ്. മൂപ്പരാളുടെ വായന കേട്ട് നിങ്ങളൊന്നും കരുതണ്ട. മിഅത്ത എന്നുള്ളിടത്ത് മിഅത്തി എന്നൊക്കെ വായിക്കും. മൂപ്പർക്ക് ഇറാബൊന്നും മര്യാദക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങൾ കാര്യമാക്കണ്ട. എല്ലാവർക്കും ഒരുപോലെ കയ്യില്ലല്ലോ. എന്നാൽ നിങ്ങളൊന്ന് കേട്ടുനോക്കി ബാക്കി. ഞാൻ അന്ന് ഹബീബായ തങ്ങൾ ഒരിക്കൽ കൽപ്പിച്ചപ്പോ ഞാനും പോയി ജോലിയെടുത്ത് പൈസ ഉണ്ടാക്കി. അബൂ മസ്ഊദ് തങ്ങൾ പറയുകയാണ്, 1,00,000 ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് അന്ന് കൊടുക്കുകയാണ്. ചിലരൊക്കെ ഒരു സ്വാഅ് കൊടുക്കുന്നവരുണ്ട്, ഒരു മുദ്ദിന്റെ പകുതി കൊടുക്കുന്നവർ ഉണ്ട്. അങ്ങനെ പലരുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒക്കെ പറയും. ബിലാൽ തങ്ങളെയും കൂട്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മമാരോട് ഉപദേശിക്കാൻ വേണ്ടി വരും. ഇവിടെ ഇപ്പൊ നമ്മളെ ഉമ്മമാരുടെ ദർസ് നടക്കാറുണ്ട് എന്നതുപോലെ ഈ കോലത്തിലാണെങ്കിൽ നല്ല ദർസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും. എന്നിട്ട് അവരോട് പ്രത്യേകം പറയും, തസദ്ദഖ്ന, നിങ്ങൾ ദീനിന് വേണ്ടി സ്വദഖ ചെയ്യണം. ഇത് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൽപ്പന വരുമ്പോ ഫജഅൽന യതസദ്ദഖ്ന മിൻ ഹുലിയിഹിന്ന യുൽഖീന ഫീ സൗബി ബിലാൽ. ബിലാൽ തങ്ങൾ ഒരു വസ്ത്രവും പിടിച്ചിങ്ങനെ നടക്കുമ്പോ അവരുടെ ആഭരണങ്ങളൊക്കെ ഊരിയിട്ട് അവരതിലിട്ട് കൊടുക്കും ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നൗഷാദ് വട്ടൂരിക്ക് പിരിവില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ വായിച്ചു കൂട്ടിയിട്ടെങ്കിലും, ഞാനത് പറയുന്നത് എന്തിനാണെന്നറിയോ? പിരിവ് ധാരാളം കിട്ടാൻ വേണ്ടി തെളിവുദ്ധരിക്കുകയാണ് ആളുകളോട് പണം പിടിച്ചു വാങ്ങി അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി. അപ്പോഴാണ് കുരുവട്ടൂരി ഷെയ്ഖിന്റെ പ്രസംഗം മറുതലക്കിൽ വരുന്നത്. ഇപ്പൊ നോക്കിയാൽ ഒരുപാട് മൊലിയമാരെ കണക്ക് നോക്കിയാൽ റമദാനു ഷരീഫിൽ ഓലെ മെയിൻ ജോലി എന്താ? റമദാനിൽ ഒരൊറ്റ ഒന്നും അധികം ഇവിടെ ഉണ്ടാവില്ല. ഒക്കെ ദുബായിലായിരിക്കും, അല്ലെങ്കിൽ സൗദിയിലായിരിക്കും, അല്ലെങ്കിൽ ഖത്തറിലായിരിക്കും, ഒമാനിലായിരിക്കും.
ബഹ്റൈനിലായിരിക്കും, കുവൈത്തിലായിരിക്കും, ഇങ്ങനത്തെ ഗൾഫ് രാഷ്ട്രങ്ങളിലായിരിക്കും വലിയമാരൊക്കെ. എന്തിനാ? ഖുർആൻ ഓതാൻ പോയതാ, ഇബാദത്തെടുക്കാൻ പോയതാ. എന്താ പണി? ഒന്ന് തിരിഞ്ഞു നിന്ന് പറയുന്നത് വളരെ ഉപകാരമായിരിക്കും. ആടെ പോയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് പണം എരന്നുണ്ടാക്കണ പണിയാ. മുരീദ് എരക്കാൻ വേണ്ടി തെളിവ് കൊണ്ടുവരികയാണ്, ഷെയ്ഖ് എരക്കുന്നതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുരീദിന് ദേഷ്യം പിടിച്ചു. ഇന്നും അങ്ങനെയാണ്. ഇപ്പൊ നമ്മളെ ഇവിടെ തന്നെ നമ്മളിവിടുത്തെ സംഭവങ്ങളൊക്കെ നടത്തുന്നത് ആളുകളിൽ നിന്ന് ഈ സംഭാവനകൾ വാങ്ങിയിട്ടല്ലേ. അപ്പൊ ഇന്ന ആവശ്യമുണ്ട്, നമുക്ക് ബദർ നേർച്ച നടത്തണം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇന്ന ഒരു സംരംഭം വേണം, ഇവിടെ നമുക്കൊരു മജ്‌ലിസ് നടത്തണം, അതിനാവശ്യമായ സംഖ്യകൾ അത് നിങ്ങളെല്ലാവരും കൂടി ചെയ്യണം എന്നൊരു കൽപ്പന. പക്ഷെ ആ കൽപ്പിക്കുന്ന ആൾ ആരാകണം? മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാരിസാകണം. അവർ കൽപ്പിക്കുന്നു, പൈസ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ അവർ സംഘടിപ്പിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നു. പണം എരന്നുണ്ടാക്കണ പണിയാ. ഏത് അമ്പിയാക്കളെ വിറാസത്താത്? ഇതല്ലേ രീതി? അതല്ലേ ഞാൻ നേരത്തെ വായിച്ച ഹദീസിലുള്ളത്. റമദാൻ മാസത്തിൽ ഇങ്ങനെ പിരിവ് പ്രത്യേകം ഒരു അമലായി എല്ലാ സ്ഥലത്തും പോയിട്ട് പൈസ പിരിക്കാന്നുള്ളത് റമദാനിൽ ഒരു അമലായിട്ട് ഏത് അമ്പിയാക്കളെ വാരിസവല്? അങ്ങനെ ഏത് അമ്പിയ ചെയ്ത് റമദാൻ മാസത്തിൽ പൈസ പിരിക്കാൻ പോണ പണി? ഷെയ്ഖിന്റെ സംസാരം കേട്ട് മുരീദാകുന്ന നൗഷാദ് പറയാണ്, എത്ര ചങ്ങായി ഈ പറയുന്നത്? നമുക്ക് മജ്‌ലിസ് നടത്തണം, വേറെന്തെങ്കിലും സംരംഭം തുടങ്ങണം, ബദർ മൗലിദ് ഓതണം, അതിനു വേണ്ടി തരണം എന്ന് പറഞ്ഞുകൊണ്ട് നീ തന്നെയല്ലേ ആളുകളോട് പണം തരണമെന്ന് പറഞ്ഞ് കൽപ്പിച്ചത്? ആ പണം കൊണ്ടല്ലേ ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പോൾ നീ പറഞ്ഞത് പിരിവ് നടത്തുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാരിസാവണമെന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ വാരിസായി ചമഞ്ഞ് നീ പിരിവ് നടത്തിയത്? ശൈഖുന പറയുന്ന അതാണ്. മുതലാളിമാരുടെ മുന്നിൽ പോയി ഓച്ചാനിച്ചു നിന്ന് അവർക്ക് വേണ്ടി സംസാരിച്ച് അവര് പറയുന്നതിനനുസരിച്ച് ദീനിനെ മാറ്റിമറിച്ച് പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളെ തന്നെ വലിയ വലിയ സമ്പന്നന്മാർക്ക് വേണ്ടി, മുതലാളിമാർക്ക് വേണ്ടി അടിയറ വെച്ച് ശൈഖുന ഒരു വിഷയം പറയും, നമുക്ക് 15 അന്ന് ബദർ നേർച്ച ഉഷാറാക്കണം. ഇത് പറയുമ്പോ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും അതിലേക്ക് തരുന്നു. ഇത് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു വലിയ സംഭവമാണ് എന്ന് നൗഷാദ് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാരിസാവണം പിരിവ് നടത്തുന്നവർ എന്നാണ് നൗഷാദ് പറയുന്നത്. ഷെയ്ഖ് പറയുന്നത് ഏത് അമ്പിയാക്കളെ വിറാസത്താത്? റമദാൻ മാസത്തിൽ പിരിവ് നടത്തുന്ന പരിപാടി. പിരിവ് നടത്തൽ അനന്തരാവകാശമാണെന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നൗഷാദിനോട് ഷെയ്ഖ് ചോദിക്കുന്നത്. ഇത് രണ്ടിന്റെയും ഇടയിൽപ്പെട്ടുകൊണ്ട് ഷെയ്ഖിന്റെ അളിയനായ സമദ് ആനവാരി പിരിവ് നൽകാത്ത മുതലാളിമാരോട് ചൂടാവുന്നതും നമുക്കൊന്ന് കേൾക്കാം. മുതലാളിമാർ അവരെ മുതൽ ദീനിന് കൊടുക്കണം, അത് അവരെ ഔദാര്യമല്ല, അത് അവര് ചെയ്യേണ്ട കടമയാണ്. അത് മുതലാളിമാർക്ക് ബോധം കൊടുക്കണം, അതാണ് പണ്ഡിതന്മാർ. ഇതുകൂടി കേട്ടപ്പോൾ നൗഷാദിന്റെ സമനില തെറ്റി. ഷെയ്ഖും അവന്റെ അളിയനുമാണ് നൗഷാദിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. നൗഷാദ് മീനങ്ങാടി ഗ്രൂപ്പുകാരനാണ്, ഷെയ്ഖും അളിയനും ബീരാണ്ടി ഗ്രൂപ്പുകാരനുമാണ്. മീനങ്ങാടി സുലൈമാന്റെ ഗ്രൂപ്പായ നൗഷാദിന് സമനില തെറ്റിയപ്പോൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. റമദാന് പോലും ഓർമ്മയില്ലാതെ വലിയ വലിയ തെറികൾ വലിയ വലിയ ആളുകൾ പറഞ്ഞു പോവാണ്. റമദാനാണെന്ന് പോലും ഓർമ്മയില്ലാതെ വലിയ വലിയ ആളുകളാണെന്ന് നൗഷാദിന് തോന്നിയ ആളുകൾ തെറി പറയുകയാണ് എന്നാണ് അളിയനെ കുറിച്ചും ഷെയ്ഖിനെ കുറിച്ചും നൗഷാദ് പറയുന്നത്. മാത്രവുമല്ല, നൗഷാദ് ഒരു കാര്യം കൂടി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ഇവിടെ ആവർത്തിച്ചു പറയുന്നു, പിരിവ് നടത്തിയിട്ടാണ് നമ്മളൊക്കെ ഇത് നടത്തുന്നത് അല്ലേ? ഇപ്പൊ നമ്മളൊന്ന് ബദർ നേർച്ച നടത്തുകയാണ്, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊക്കെ ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ സാധാരണ മറ്റുള്ളവയിലേക്ക് കൊടുക്കുന്നവർ വരെ ഇനി അത് നിർത്തി ഞാൻ ഇതിലേക്ക് സംഭാവന എന്ന് പറഞ്ഞ പ്രത്യേകം തന്നാലൊക്കെ ഉണ്ട്. അവൻ ആവർത്തിച്ചു പറയുകയാണ്, ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പിരിവെടുത്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറണ്ട, നമ്മളൊക്കെ പിരിവെടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതെന്തിനാണ് മറച്ചു വെക്കുന്നത് എന്നാണ് ഷെയ്ഖിനോട് നൗഷാദ് ചോദിക്കുന്നത്. ഏതായാലും റമദാൻ മാസത്തിൽ കുരുവട്ടൂരികൾ നല്ലോണം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പിരിവെടുത്ത പണം കണക്കും കാര്യവുമില്ലാതെ പല പിരിവുകളും ഷെയ്ഖ് പൂഴ്ത്തിയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ്
അവർ നടത്തിയ പിരിവിനെ പരിഹസിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതാണ് പിരിവെടുക്കാൻ വേണ്ടി എന്ന നൗഷാദിന്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് നൗഷാദിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഷെയ്ഖ് പറയുന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാരിസ് പിരിവെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നൗഷാദ് ഇതൊക്കെ പറയാൻ കാരണം ഹദീസ് അടക്കം ഉദ്ധരിച്ചുകൊണ്ട് പിരിവ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഒന്നുകൂടി പ്രയത്നിക്കുകയും അതോടൊപ്പം കുരുവട്ടൂരികൾ പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന വസ്തുത മാലോകരോട് വിളിച്ചു പറയുകയും ചെയ്തത്. എന്തൊക്കെയോ ദുരൂഹത അവിടെ നടക്കുന്നുണ്ട്. പിരിവ് കൊടുത്തവർ സൂക്ഷിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ കൊടുക്കുന്നത് അർഹരായവരിലേക്കാണോ എന്ന് പരിശോധിക്കുക. ഇവിടെ നൗഷാദ് തെറ്റിച്ചാണ് വായിച്ചതെങ്കിൽ ആ ഹദീസിനെ നിഷേധിക്കുന്നത് ഷെയ്ഖാണോ മുരീദാണോ? കേരളത്തിലുള്ള പണ്ഡിതന്മാരിലേക്ക് കുതിര കയറുമ്പോൾ കുരുവട്ടൂരികൾ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.